കോഴിക്കോട് ഇരട്ട കൊലപാതകം നടത്തിയെന്ന വയോധികൻ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ വലിയൊരു വഴിത്തിരിവ്. കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാൾ ഇരിട്ടി വെളിമാനം സ്വദേശി മോഹനാണെന്ന് പോലീസ് കണ്ടെത്തി. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞതിൽ ആശ്വാസമെന്നാണ് ഈ കുറ്റമേറ്റു പറഞ്ഞ മുഹമ്മദ് അലിയുടെ പ്രതികരണം. എന്ത് ശിക്ഷ ലഭിച്ചാലും സ്വീകരിക്കാൻ താൻ തയ്യാറാണ് എന്നും മുഹമ്മദ് അലി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അപ്പൊ 86-ന്റെ അന്ന് ആരെയാണ് കൊന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞിരുന്നേ? അപ്പൊ ഈ ആളെ തിരിച്ചറിഞ്ഞു, അത് ഇരിട്ടി സ്വദേശിയാണ്, ഒരു മോഹനൻ. അത് അറിയുമ്പോ നമുക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് സന്തോഷം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നു. പക്ഷെ അത് ആരാണെന്ന് എന്താണെന്ന് കുടുംബത്തിന് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള അറിയില്ലായിരുന്നു. ഇപ്പൊ അവർക്ക് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനും വേണ്ടി ഒരു മരണാനന്തര ക്രിയകൾ ചെയ്യാൻ ആ കുടുംബത്തിന് സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം വളരെ അധികം. അപ്പൊ നമ്മളന്ന് ഈ തോട്ടിൻകരയിൽ വെച്ച് പുള്ളിയെ ചവിട്ടി താഴത്തേക്ക് ഇടുകയായിരുന്നു അല്ലെ? അത് എനിക്കന്ന് 16-ാമത്തെ വയസ്സിൽ സംഭവിച്ചല്ലേ. അത് അന്ന് യാതൊരു അറിവോ ബുദ്ധിയോ കാര്യങ്ങളോ ഇല്ലാതിരുന്ന സമയത്ത് സംഭവിച്ചാണ്. അത് ഇത്രയും കാലം ഞാൻ മനസ്സിൽ കൊണ്ടുകിടന്നു. പക്ഷെ എനിക്കത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. അതിപ്പോ ഞാൻ തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. വെള്ളയിലെ ഒരു കാര്യവും പറഞ്ഞിരുന്നല്ലോ. ഞാൻ വെള്ളയിലെ കാര്യം പറഞ്ഞു. അത് 10-20 വയസ്സുള്ള സംഭവം നടന്നു കഴിഞ്ഞപ്പോ ഞാനത് പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ട് റിപ്പോർട്ടിലുണ്ട്. ബാബു എന്നുള്ളൊരു വ്യക്തിയുടെ കൂട്ടത്തില് പോയതാണ്. അപ്പൊ അന്നങ്ങനെ ആദർശമായിട്ട് സംഭവിച്ചു പോയി. അവിടെയും ആരാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല അല്ലെ? ഇല്ല, അത് അറിയില്ല. നിങ്ങൾ എന്നിട്ട് നേരത്തെ അറസ്റ്റിലായി റിമാൻഡിലായിരുന്നല്ലോ, ജാമ്യത്തിൽ ഇറങ്ങിയതാണോ? ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ഞാനും പോയി ഒപ്പിട്ട് പോന്നിരുന്നു. 7 മാസം ഞാൻ പോയി തിരുവമ്പാടി സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് പോന്നിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം വന്ന് തുറന്നു പറഞ്ഞത് യഥാർത്ഥത്തിൽ ആദ്യം വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ലല്ലോ. ഒരുപാട് ആൾക്കാർക്ക് പോലീസിന് വരെ വിശ്വസിക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷെ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി അവരത് മനസ്സിലാക്കി. അതിനുശേഷമാണ് എന്നെ ജയിലിലാക്കിയതും കാര്യങ്ങള് റിപ്പോർട്ട് പുറത്തു വിട്ടതും. മാനസികമായിട്ടുള്ളൊരു വേദന വെച്ചിട്ടാണ് ഞാനന്ന് പോലീസിനോടും എല്ലാ കാര്യങ്ങളോടും ഞാൻ കുറ്റങ്ങളോട് തുറന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് ഏറ്റവും വലുത് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ മനസ്സിന്റെ ഒരു ഭാരം ഇറങ്ങി കിട്ടി. അപ്പൊ നിങ്ങളേതായാലും ശിക്ഷ എന്ത് ലഭിച്ചാലും അത് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണല്ലേ? പോലീസിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഏത് രീതിയിലായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയി ഹാജരായത്. ഇതാണ് അസാധാരണമായൊരു സംഭവമാണ് നമ്മൾ ഈ കണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ കൊലപാതകം അത് പിന്നീട് ഏറ്റുപറയുകയും പിന്നീട് പോലീസ് അത് അന്വേഷണം നടത്തി അതിൽ ഒരു കൊലപാതകം അതിൻ്റെ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. മറ്റൊരു കൊലപാതകം ആരാണ് അത് കൊല്ലപ്പെട്ടതെന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ KV നമുക്കൊപ്പം ഉണ്ട്. രാഹുൽ, ഇപ്പോൾ ആദ്യത്തെ അദ്ദേഹം പറയുന്നുണ്ട് 16 വയസ്സിലാണ് അദ്ദേഹത്തെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴുണ്ടായ ആ ഒരു ഇതിൽ കൊലപാതകം നടത്തിയതാണ്. ഈ രണ്ടാമത്തെ കൊലപാതകം അതും 10-20 വയസ്സിലെന്നാണ്. അത് എന്തിൻ്റെ ഒരു പേരിലായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അതിലേക്കുള്ള സൂചനകൾ, ആ രണ്ടാമത് കൊല്ലപ്പെട്ടയാൾ എന്നതിൻ്റെ സൂചന എന്തെങ്കിലും പോലീസിന് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ദിവിഷ്, യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്ന സമയത്ത് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു 39 വർഷത്തിന് ശേഷമാണ് ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഇങ്ങനെയൊരു കൊലപാതകം, താൻ 39 വർഷം മുൻപ് ആദ്യ കൊലപാതകം 36 വർഷത്തിന് ശേഷം 36 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 3 വർഷത്തിന് ശേഷം മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നത്. ഇപ്പോൾ ഈ നമ്മളോട് സംസാരിച്ച ഈ മുഹമ്മദ് അലി, കേസിലെ പ്രതിയായ മുഹമ്മദ് അലി അന്ന് കൂടരഞ്ഞി സ്വദേശിയായിരുന്നു. ആൻ്റണി എന്നായിരുന്നു പേര്. പിന്നീടാണ് മലപ്പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇങ്ങനെ മുഹമ്മദ് അലി അപ്രതീക്ഷിതമായി എത്തുന്നത്. പോലീസുകാരോട് പറഞ്ഞത്, എനിക്ക് മാനസിക പ്രയാസം കാരണം ജീവിക്കാൻ വയ്യ, വലിയ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നാണ്. പിന്നീട് പോലീസുകാർ ചോദിക്കുന്ന സമയത്താണ് ഇങ്ങനെ 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന് മുഹമ്മദ് അലി തുറന്നു പറയുന്നത്. 1986-ൽ തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന കൂടരഞ്ഞിയിലും, രണ്ടാമത്തേത് ദിവിഷപ്പോൾ ചോദിച്ച വെള്ളയിലെ കൊലപാതകം, അത് 1989-ലാണ് വെള്ളയിൽ കടപ്പുറത്ത് വെച്ച്. അന്ന് ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനുണ്ട് കോഴിക്കോട് നഗരത്തിൽ, സിറ്റി പോലീസ് പരിധിയിൽ. അന്ന് ഈ കൃത്യം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും തുടങ്ങിയിട്ടില്ലാത്ത സമയമാണ്. നടക്കാവ് പോലീസിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് വെച്ച് രണ്ടാമത്തെ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഈ 2 കേസുകളിലും ഏറെ വിചിത്രം എന്ന് പറയുന്നത്, കൊല്ലപ്പെട്ടവരാരാണ്, മരിച്ചവർ ആരാണ് എന്ന് കൊലപ്പെടുത്തിയ ആൾക്ക് പോലും അറിയില്ല എന്നതാണ്. അതായത് ഒരു കൃത്യം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരികയാണ്. ഈ പറയുന്ന സമയങ്ങളിൽ പറയുന്ന സ്ഥലത്ത് മരണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മരിച്ചത് ആരാണ് എന്ന് അറിയാത്ത 2 കേസുകളായിരുന്നു. അങ്ങനെ വേങ്ങര പോലീസ് ആദ്യമേ ഇത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണെന്നാണ് പ്രാഥമികമായി കരുതിയിരുന്നത്. പിന്നീട് ചോദിച്ച സമയത്തും
ഇതേ രീതിയിൽ തന്നെയാണ് മുഹമ്മദ് അലി ആവർത്തിച്ചത്. അങ്ങനെയാണ് കേസ് കോഴിക്കോടേക്ക് വരുന്നത്, തിരുവമ്പാടി സ്റ്റേഷനിലേക്കും പിന്നീട് വെള്ളയിലേക്കും. തിരുവമ്പാടി പോലീസും മുഹമ്മദ് അലിയെ ചോദ്യം ചെയ്യുകയാണ്. ആ സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. അതായത് അന്ന് ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച ഒരാളെ തോട്ടിലേക്കിട്ട് ചവിട്ടി താഴ്ത്തി എന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. അന്ന് അസ്വാഭാവിക മരണത്തിന് തിരുവമ്പാടി പോലീസ് ഒരു കേസ് എടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ FIR എന്ന് പറയുന്നത് 1986 116 നമ്പറായാണ് തിരുവമ്പാടി സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ കൊലപാതകമാണെന്നൊരു സംശയം ഒരിക്കൽ പോലും പോലീസിന് ഉണ്ടായിരുന്നില്ലെന്നാണ്. തോട്ടിൽ ഒരു യുവാവിനെ മരിച്ച നിലയിൽ കാണുന്നു, അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അതിലും ഈ വെള്ളം ഉള്ളിൽ ചെന്ന് മരിച്ചു, ശ്വാസകോശത്തിലെത്തി മരിച്ചു എന്നതിനപ്പുറത്തേക്ക് കൊലപാതകത്തിൻ്റെതായ സംശയങ്ങളില്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത്. അത് അന്ന് അവിടെ ആ കേസ് അവസാനിക്കുകയും ചെയ്തു. ഈ യുവാവിനെ ഈ തോട്ടിൽ മരിച്ച നിലയിൽ കാണുന്നത് തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ്. ജീർണിച്ചു തുടങ്ങിയ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നതും. അതിൽ പോലീസ് വീണ്ടും ഇത് പൊടി തട്ടിയെടുത്ത് അന്വേഷിക്കുകയാണ്. അങ്ങനെ അടുത്ത് ദേവസ്യ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഇരിട്ടി സ്വദേശിയായ മോഹനൻ പിന്നീട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ജോലിക്ക് വേണ്ടി വന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ മോഹനൻ്റെ വീട്ടിലുള്ളവർ ആ സമയത്ത് തന്നെ ഇതുപോലെ മോഹനൻ മരിച്ചുവെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കൊലപാതകമാണെന്ന സംശയം അവർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതലായി ഒന്നും ഏറ്റെടുത്തില്ല. അപസ്മാരത്തിൻ്റെ അടക്കം ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നയാളാണ് മോഹനൻ. അങ്ങനെ തോട്ടിലേക്ക് വീണ് മരിച്ചതാകാം എന്നാണ് ആ വീട്ടുകാരും കരുതിയിരുന്നത്. പോലീസ് ഏതായാലും മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തല പുകഞ്ഞുള്ള അന്വേഷണമാണ്, പല രീതിയിലുള്ള അന്വേഷണമാണ്. ഇരിട്ടി സ്വദേശിയാണെന്നൊരു സംശയം നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. ദേവസ്യ അങ്ങനെ ഒരു സംശയം ഈ സ്ഥലത്തിൻ്റെ ഉടമ ദേവസ്യ പറഞ്ഞിരുന്നു. പോലീസ് ഇരിട്ടി കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നു. പാലക്കാട് സ്വദേശിയാണെന്നൊരു സംശയമുണ്ട്. പാലക്കാട് പോയും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അന്ന് തിരുവമ്പാടി SI ആയിരുന്ന ഉദ്യോഗസ്ഥനെ പോലീസ് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ നാട് എറണാകുളം ജില്ലയിലാണെന്ന് ഞാൻ ഓർക്കുന്നു. അവിടെ പോയും പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്